ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കായ്ച്ച് നിൽക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 50 മരം അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ അത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഏക്കറിലേക്ക് വരുന്നൊരു പ്ലാന്റിംഗ് ആണ്. ഒരു കഴിഞ്ഞ വർഷത്തെ ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ ഒരു 12 വർഷമൊക്കെ പ്രായ മരങ്ങളാണ്. എനിക്ക് ഏതാണ്ട് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കാത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 8 ഏക്കർ എന്ന് പറയുമ്പോൾ ഒരു 24 ലക്ഷം രൂപ ഒരു പെർ ഇയർ നമുക്ക് ലാഭമായിട്ടുണ്ട്. അച്ഛൻ കൊണ്ട് കടയിൽ കൊടുത്ത് വിറ്റുണ്ട്. ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഡപ്പ ഐസ്ക്രീമാണ്. അപ്പോൾ അതാണ് അതിന്റെ ഒരു മെയിൻ ഇൻട്രസ്റ്റ്, അതിന്റെ ഒരു ഇൻസ്പിറേഷൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇടുക്കി ജില്ലയിലെ മങ്കുവ എന്ന് പറയുന്ന സ്ഥലത്താണ്. മുരിക്കാശ്ശേരിക്ക് അടുത്തുള്ള ഒരു അടിപൊളി മനോഹരമായ ഒരു ഗ്രാമമാണ്. നല്ലൊരു ഡാമിന്റെ, ചിന്നാർ പുഴയുടെ ഡാമാണ് അല്ലേ? അതെ, ചിന്നാർ പുഴയുടെ ഡാമിന്റെ കീഴിൽ നിന്നാണ് നമ്മൾ ഒരു യുവ കർഷകനെ പരിചയപ്പെടുന്നു. ശരിക്കും നല്ലൊരു എപ്പിസോഡായിരിക്കും ഇത് എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജസ്റ്റിനാണ്. എനിക്ക് പലപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സ് നൽകിയിട്ടുള്ള കർഷകരൊക്കെ അടിപൊളി കിടിലം കക്ഷികളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം അരച്ച് കലക്കി പഠിച്ചിട്ടായിരിക്കും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു യുവ കർഷകനെ ആയിരിക്കും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ ജസ്റ്റിനോട് ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് മാത്യുവിനെ അല്ലേ, തോമസിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. തോമസിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ജസ്റ്റിൻ, ഞങ്ങൾ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. നമുക്കൊന്ന് പരിചയപ്പെടുത്താം അല്ലേ ആദ്യം? എൻ്റെ പേര് തോമസ് മ്ലാക്കുഴി. അപ്പോൾ ഞാനൊരു BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ സ്ഥലം വരുന്ന മങ്കുവയാണ്. ഞാനിപ്പോൾ കൂടുതലും ജാതി കൃഷിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കൊക്കോയുണ്ട്, കുരുമുളകുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മിശ്രമായിട്ടുള്ള കൃഷിയാണ്. ജാതികളുടെ പുതിയ വെറൈറ്റികൾ നമ്മൾ ട്രയൽ ചെയ്യുന്നുണ്ട്. ജാതിയാണ് മെയിൻ. പിന്നെ കൊക്കോ ഉണ്ട്. ഈ 2 ക്രോപ്പാണ് നമ്മുടെ ഇവിടെ കുറച്ചും കൂടെ ഒരു മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള, ഈസി ആക്സസ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ 2 ക്രോപ്പിനാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മളെ ഇവൻ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. വെള്ളത്തിന്റെ ഒഴുക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമുക്ക് ഒന്ന് പ്ലേസ് ഒന്ന് മാറ്റി പിടിച്ചാൽ. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ കൃഷിയിടം കാണുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു വൈഡിൽ നിന്ന് തന്നെ ഒരു സാധനം ആരംഭിക്കാം അല്ലെ? ഓക്കെ തോമസ്, എന്നോട് ജസ്റ്റിൻ പറഞ്ഞത് തോമസ് കുറെ വെറൈറ്റികൾ, ജാതിയുടെ കുറെ വെറൈറ്റികൾ പരീക്ഷിക്കുന്നുണ്ട്. ശരിക്കും ഒരു കാർഷിക സർവകലാശാലയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത്രയും കാര്യങ്ങൾ പഠിക്കാം, പരിചയപ്പെടാം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ശരിക്കും ജാതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം? ജാതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ആയുസ് കൂടുതലുള്ള ഒരു സ്പൈസസ് ആണ് ജാതി. അതായത് നമുക്കൊരു 50 വർഷം 60 വർഷമൊക്കെ നല്ലപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ഈൽഡ് കിട്ടും. ബാക്കിയുള്ള സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏലമാണെങ്കിലും ആ ഒരു ക്ലൈമറ്റ് മാറുക, ഒരു ചെറിയ വേരിയേഷൻ വരുമ്പോഴത്തേക്കും ചെടി നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജാതിക്ക് ഇപ്പൊ നമുക്ക് ചെറിയതായിട്ട് ഒരു വർഷം നോക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ചെടി എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ നിന്നോളും. പിന്നെ ഇപ്പോൾ നല്ല വെറൈറ്റികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പോൾ എത്ര വെറൈറ്റി ഇവിടെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഏകദേശം ഒരു 35ഓളം വെറൈറ്റികൾ പലയിടത്ത് നിന്ന് കളക്ട് ചെയ്തു. എത്ര കാലം എടുത്തു അതിന് വേണ്ടിയിട്ട്? അതിപ്പോൾ എനിക്കൊരു 10-18 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. അഗ്രികൾച്ചർ അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ എനിക്ക് 24 വയസ്സായി. അപ്പോൾ അത്രയും കാലത്തെ ഒരു യാത്രയുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞാൽ ആ സമയം മുതൽ ഈ ജാതിയോട് എന്താ ഇത്രയും ഇൻട്രസ്റ്റ് വന്നു? നമ്മളിവിടെ കൃഷി ചെയ്ത് കണ്ടിട്ടുണ്ടോ? അതോ അതായത് ഇപ്പോൾ എൻ്റെ ജാതി കൃഷിയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ടുകാലത്ത് പപ്പ പ്ലാന്റ് ചെയ്ത ചെടികളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. അപ്പോൾ അച്ഛൻ ഇത് ചെയ്ത സമയത്ത് ഇതൊരു ഈൽഡിങ്ങിലേക്ക് വരുന്നത് ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. ഒരു +2 കഴിഞ്ഞ് ഇതിൻ്റെ ഒരു നല്ല ഈൽഡിങ്ങിലേക്ക് വന്ന് ഇങ്ങനെ ഈ കാ പറിച്ചുകൊണ്ടിരുന്ന ഞാൻ. അപ്പം ഇങ്ങനെ കാ പറിച്ച് നമ്മളിത് ഉണങ്ങിക്കഴിഞ്ഞ് ഇത് കൊണ്ടുപോയി അച്ഛൻ കൊണ്ടുപോയി കടയിൽ കൊടുത്ത് വിറ്റുണ്ട്. ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഡപ്പ ഐസ്ക്രീമാണ്. അപ്പോൾ അതാണ് അതിന്റെ ഒരു മെയിൻ ഇൻട്രസ്റ്റ്, അതിന്റെ ഒരു ഇൻസ്പിറേഷൻ. ഞാൻ ഒരു കാര്യം കൂടെ തോമസ് ചോദിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. എന്നുവെച്ചാൽ ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് പിള്ളേർ സെറ്റിന് അഗ്രികൾച്ചർ വലിയ ഇൻട്രസ്റ്റഡ് അല്ല. ഒന്നാമത് ഇൻകം ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി എവിടെയെങ്കിലും പോയി വിദേശത്ത് പോയി ജോലി ചെയ്യുക, അങ്ങനെ ഞാൻ പറയുന്നില്ല. എങ്കിലും ഇൻകമാണ് എല്ലാവരും ഒരു, അത് കുറ്റവും പറയേണ്ട കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോമസ് വിശ്വസിക്കുന്നുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് ഇൻകം നല്ലപോലെ ജനറേറ്റ് ആയി വരുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെസ് ഫ്രീ ആണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന പുറത്ത് പോയിരിക്കുന്ന മിക്ക ആൾക്കാരും ഒരു 10-45 വയസ്സ് കഴിയുമ്പോൾ നാട്ടിൽ വന്ന് കൃഷി എന്നൊരു മനസ്സിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ 25ാമത്തെ വയസ്സിൽ എൻ്റെ ശരീരം വഴങ്ങുന്ന പോലെ എനിക്ക് എൻ്റെ 45ാം വയസ്സിൽ വഴങ്ങിയിരിക്കില്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അപ്പൊ കൃഷി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് പറമ്പിൽ ഓടി നടക്കുന്ന പോലെ അന്ന് ഓടി നടക്കാൻ പറ്റില്ല. അന്ന് ഞാൻ മടുത്തു പോകും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പറ്റുന്ന കാലത്തിൽ ഇത് ചെയ്യുക. വലിയ ഒരു ഇൻകം വന്നില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കും, നമുക്ക് സേവിങ്സ് ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഒരു മെയിൻ എന്ന് പറയുന്നത് സമാധാനമാണ്, മനസ്സമാധാനമാണ്. അതാണ്. അല്ല, ശരിക്കും അഗ്രികൾച്ചറിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ടോ? നല്ല ഫ്യൂച്ചർ കാണുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു മേഖല വേറെ ഇല്ല. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കൃഷി ചെയ്യുന്നതിലും മെയിൻ ആയിട്ടും ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ മാറി വരുന്ന ഒരു ടെക്നോളജികളും ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങളും ഒക്കെ അവർക്ക് കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ട് മീറ്റ് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. അത് കറക്റ്റ് യൂത്തിനാണ് ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ ഇന്നത്തെ ടെക്നോളജികൾ കാര്യങ്ങളൊക്കെ സെറ്റിലായി പോകുന്നത് യൂത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് വെച്ച് നമുക്ക് ക്വാളിറ്റി പ്രൊഡക്ഷൻ എടുക്കാനുള്ള നമ്മുടെ അത്രയും ഇതും എന്താ പറയാ, അതാ 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അത് മൈൻഡ് ചെയ്യില്ല. ആ ഒരു ഇതും അവരത്രയും കിട്ടുന്ന ഇൻകം മതി എന്നുള്ള അത് ആ ഒരു ഇതിലേക്ക് ഒതുങ്ങി പോവര്. യൂത്ത് ആകുമ്പോഴത്തേക്കും ഇപ്പൊ എനിക്കൊരു പുതിയൊരു ക്രോപ്പ് ട്രയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു ജാതികൾ വെച്ചിട്ട് ഒരു 6 വർഷം ആകുമ്പോഴത്തേക്കും അതിന്റെ ഈൽഡ് വരും. അപ്പൊ അതിനകത്ത് മോശമുള്ള ചെടികൾ ഞാൻ മാറ്റും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് 30 വയസ്സാവുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് കിടക്കുക ഒരു എങ്ങനെ ഒരു വലിയ സമയമുണ്ട്. എങ്ങനെ വലിയൊരു 10-40 കൊല്ലം സുഖമായിട്ട് നമുക്ക് പിന്നെ കൃഷി തന്നെ നിൽക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ പോയേക്കാം. ഓക്കെ. തോമസ്, ഇതാണോ നമ്മുടെ വെറൈറ്റി? അതെ, ഇത് നമ്മുടെ ഒരു വെറൈറ്റി ആണ്. നമ്മുടെ സ്വന്തം കൃഷിയിടത്തിലുണ്ടായതാ? അതെ, നമുക്ക് തന്നെ തിരിഞ്ഞു കിട്ടിയ ഒരു നാടൻ മരമാണ്. എന്താണ് അവന്റെ പ്രത്യേകത? ഇതിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ടൈം കായായിരിക്കും. ഇപ്പൊ ഇതിന്റെ ഒരു കാകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4-5 സെറ്റ് കായ് മരത്തിലുണ്ട്. അത് ഇപ്പൊ പൊട്ടാൻ പോകുന്ന കാ, അതിന്റെ സെക്കൻഡ് ജനറേഷൻ കാ, അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ തീരെ താഴെയുള്ള കാ, പിന്നെ ഒരു സെറ്റ് കായും കൂടെ തീരെ അടുത്തൊരു തീർത്ത് ചെറിയ ഈ ഒരു സെക്ഷൻ കായും കൂടെ ഉണ്ട്. പിന്നെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു 365 ദിവസം നമുക്ക് കായ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പത്രി നമുക്കൊരു 3 ഗ്രാം വരെ ഉണങ്ങിയ പത്രി കിട്ടും. കായ ഏതാണ്ട് ഒരു 65-70 കായ്ക്ക് 1 കിലോ കായ കിട്ടും. പിന്നെ ഇതിൻ്റെ പത്രിയുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഉണങ്ങി കഴിയുമ്പോൾ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ആ ഒരു ഷേപ്പ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. രോഗം ഇല്ല. ഇലയ്ക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കൊൾഡോട്രൈക്കം പോലുള്ള ഇലപ്പൊട്ട് രോഗം അങ്ങനത്തെ കാര്യങ്ങൾ ഇതിന് കുറവാണ്. തോമസ്, ഞാനൊരു നെഗറ്റീവായിട്ട് പറയുകയാണ് എന്ന് ചിന്തിക്കരുത്. മിക്കവരും അവരവരുടെ വെറൈറ്റിക്ക് പറയുന്ന ഒരു സാധനമാണ് പെർ ഇയർ ത്രൂ ഔട്ടുള്ള ഈൽഡ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് ഉണ്ടോ ജാതിയിൽ? എന്ന് പറയാമോ? ജാതിയിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കായ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് സാധനം. നമുക്കൊരു അല്ല, എല്ലാ ജാതികളും അങ്ങനെയല്ലേ പൊതുവിൽ അങ്ങനെ കായ്ക്കുക? അതായത് ഇപ്പോൾ ചില മരങ്ങളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 സെറ്റ് കായേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വരുമാനം ഉണ്ടാവില്ല. നമ്മൾ ഒരു തവണ കാ കൊടുത്ത് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തോട്ടം എന്ന് പറയുന്നത് കാലിയാണ്. പിന്നെ പണികളൊന്നുമില്ല, നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ മരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ത്രൂ ഔട്ട് കായ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ സമയവും ഒരു ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു എപ്പോഴും കായ്ക്കുന്ന ഒരു 4 സെറ്റ് കായ്ക്ക് മുകളിലുള്ള ഇനങ്ങളുടെ ഒരു നല്ല പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇനങ്ങൾ നോക്കി കൃഷി ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 സെറ്റ് കായ ഉണ്ടാകുന്ന ഇനമാണെന്നുണ്ടെങ്കിൽ അത്രയും ബൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കണം. അപ്പം നമുക്ക് ഏതാണ്ട് ഇതിൻ്റെ ഒപ്പം മീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, ഇത് എല്ലാ വർഷവും ഒരുപോലെ നമുക്ക് ഈൽഡ് കിട്ടും? ഒരേപോലെ ഈൽഡ് കിട്ടും. ഇപ്പോൾ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് തരക്കേടില്ലാത്ത ഏതാണ്ട് ഒരു സെയിം, ഇപ്പോൾ കഴിഞ്ഞ തവണത്തേനേക്കാളും ഒരു 10% നമുക്കൊരു നഷ്ടം വന്നിട്ടുള്ളൂ ഈ തവണത്തെ കാലം നോക്കുമ്പോൾ. ഈ ഒരു ജാതിയിൽ നിന്ന് ആവറേജ് ഒരു വർഷം എത്ര ഈൽഡ് കിട്ടും? ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതാണ്ട് ഒരു 5 കിലോ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. 2500 വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 12,500 രൂപയ്ക്ക് അടുത്ത് നമുക്കതിന് ഈൽഡ് വരുന്നുണ്ട്. കായലേക്ക് ഞാൻ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നോക്കില്ല. ഞാൻ പത്രിയാണ് ഞാൻ ബേസിക്കലി നോക്കുന്നൊരു സംഗതി. ഇപ്പോൾ എല്ലാം കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ് നമുക്കൊരു 15,000 രൂപ ഒരു 10 വർഷമായ മരത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതൊരു ടോപ്പ് ഈൽഡ് ആണോ? അത് ടോപ്പ് ഈൽഡ് അല്ല. കാര്യം ഇത് 10 കൊല്ലം തൊട്ടാണ് ശരിക്കും ഇതിൻ്റെ ഈൽഡിങ്ങിലേക്ക് പക്കാ ഒരു ഈൽഡിങ്ങിലേക്ക് ക്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈൽഡ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരു 15 വർഷം 20 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പക്ക ഒരു പ്രൊഡക്ഷനിൽ ഒരു ബൂം സംഭവിക്കുന്ന കാലങ്ങളാണ്. നമുക്ക് ലാഭം എന്ന് പറയുന്നത് ഒരു 8-ാം കൊല്ലം തൊട്ടാണ്. എല്ലാ ജാതി അങ്ങനെ തന്നെയാണ്. എല്ലാ ജാതി ഇപ്പം നമ്മൾ ബഡ് ചെയ്ത് വെച്ചാലും നമുക്കൊരു 3-ാം വർഷം തൊട്ട് കായ്ക്കും. 6-ാം വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു മുതൽ മുടക്കിനുള്ളത് കിട്ടും. പിന്നീട് അങ്ങോട്ട് ഒരു 8-ാം വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ലാഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഈ ജാതി വെച്ച് ഒരു 2-ാം വർഷം മുതലൊക്കെ ഇപ്പോൾ ബഡ് ജാതികൾ കായ്ച്ചു തുടങ്ങില്ലേ? നമുക്ക് അങ്ങനെ കായ്ച്ച് വരുന്നതാണോ അതോ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ കായൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ജാതിക്ക് ഒരു ഗ്രോത്തിലേക്ക് എത്തിയിട്ട് കായ്പ്പിക്കുന്നതാണോ? അതിപ്പോൾ നമ്മുടെ തൈകൾക്ക് വിഗ്രസ് ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കായ അവിടെ നിന്നാലും കുഴപ്പമില്ല. അത് കൂടിപ്പോൾ 3 കാ 4 കായൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ആ കാ കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ 2-3 കാ നിർത്തുക, ബാക്കി പറിച്ച് കളയുക. എന്നിട്ട് അത്യാവശ്യം ഒരു മരത്തിന് നമുക്കൊരു ഒരാൾ പൊക്കത്തിന് മുകളിലായിട്ടുണ്ടെങ്കിൽ ഈൽഡിലേക്ക് കൊണ്ടുവരിക. അതായിരിക്കും ശരിക്കും നല്ലൊരു ഈൽഡ് കിട്ടുന്നത്. നമുക്ക് ചെടീനെ മാക്സിമം വളർത്തുക. നമ്മൾ ഏലത്തിൽ ചെയ്യുന്ന പോലെ തന്നെ വെച്ച് ശരം ചെത്തിക്കളയുന്ന പോലെ തന്നെ കാകൾ പറിച്ച് കളഞ്ഞ് നിർത്തി ഇതിന്റെ വെജിറ്റേറ്റീവ് ഫേസിലേക്ക് തന്നെ ചെടീനെ ഫോക്കസ് ചെയ്ത് നിർത്താം. ഇതിന്റെ തൂക്കോടൊന്ന് പറഞ്ഞേ കായുടെ. ഇതിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2.25 തൊട്ടും 3.5 ഗ്രാം വരെ പത്രി ഡ്രൈ കിട്ടും. പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഉണങ്ങി കഴിയുമ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് എല്ലാ പത്രിയും ഒരേ ഇതിൽ കിട്ടും. അത് ഇപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് പത്രി കാ പൊളിച്ചെടുത്തു. കാ പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കഴിയുമ്പോഴും ഇതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. പിന്നെ നമുക്ക് കായ ഒരു ഡ്രൈ റിക്കവർ ചെയ്യുമ്പോൾ ഒരു 14 ഗ്രാം കായ്ക്ക് ഡ്രൈ റിക്കവറി കിട്ടും. നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു യൂണിഫോമിറ്റി എല്ലാത്തിനും കിട്ടും മൊത്തത്തിൽ. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കാ ഓവർ മുഴുത്ത കായല്ല, പത്രി ഓവർ മുഴുത്ത കായല്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈൽഡിങ് നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ടോപ്പായിട്ട് ഈൽഡ് നിൽക്കും. ഒരു ആവറേജ് ഇപ്പൊ നമ്മൾ 1-2 മരങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മരങ്ങൾ വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ വലിയ പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കുറച്ച് മരവും വെക്കുക. അല്ലാതെ ഏറ്റവും നന്നായിട്ട് കായ ഉണ്ടാകുന്ന മരങ്ങൾ, കായ്ക്ക് മുഴുപ്പ് കിട്ടുന്ന മരങ്ങൾ, അതേപോലെ ഏറ്റവും നന്നായിട്ട് പത്രി കിട്ടുന്ന മരങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള 3 നമ്മൾ ചെയ്യണം. തോമസ് ഇത് ഏതാണോ തോമസ്? ഇത് നമുക്ക് നമ്മുടെ ബഡ്ഡി ചെയ്യുന്ന ചേട്ടൻ നമുക്ക് കൊണ്ടുവന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഈ ചെല്ലിയാമ്പാറ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വെള്ളക്ക ഒട്ടും പൊട്ടില്ല. ഇത് കുറച്ചും കൂടെ കാ ഫോക്കസ്ഡ് ആണ്, പത്രിയിൽ അത്ര ഫോക്കസ് വരില്ല. കായാണ് ഇതിന്റെ പത്രി നമുക്കൊരു 2 ഗ്രാം 2.5 ഗ്രാം വരെ മാക്സിമം വരും. പക്ഷെ ഇതിന്റെ കാ നമുക്ക് ഏതാണ്ട് ഒരു 60-65 കായ്ക്ക് 1 കിലോ കാ കിട്ടും ഉണങ്ങി. പരിപ്പ് നല്ല ക്വാളിറ്റി പരിപ്പാണ്. ഇത് വേറെ ഷേപ്പല്ലോ? ഇത് വേറെ ഷേപ്പാണ്. ഇത് നമ്മുടെ ഐറ്റം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കഴിഞ്ഞ് പത്രിക വലുപ്പം ഇതിനല്ലേ? ഇതിനാ പത്രിക കനം കൂടുതൽ കിട്ടുന്നത്. നമ്മുടെ വെറൈറ്റിക്ക് പത്രിക കനം കൂടുതൽ കിട്ടുന്നത് ഇതിൻ്റെ. ഇത് കായാണ് ബേസിക്കലി. നമുക്കൊരു 65 തൊട്ട് ഒരു 60-65 കായ്ക്ക് 1 കിലോ കാ കിട്ടും. പിന്നെ വെള്ളക്കാ പുഴിയിൽ തീരെയില്ല. അതിപ്പോൾ നമ്മുടെ ഈ ഇനത്തിനും ഇല്ല. ഇതിന് ഇത് അങ്ങനെ പറഞ്ഞാണ് നമ്മൾ കൊണ്ടുവന്ന് ബഡ് ചെയ്യുന്നത്. തോമസ്, നമ്മുടെ വളപ്രയോഗ രീതികളെന്ന് പറഞ്ഞതാ? വളപ്രയോഗം എൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടാണ്. രാസവളവും ജൈവവളവും ഒരേപോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ ഈ ഒരു ജാതികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിനൊക്കെ ഒരു 500 ഗ്രാം നൈട്രജൻ വേണം. അതോടൊപ്പം തന്നെ ഒരു 250 ഗ്രാം ഫോസ്ഫറസും വേണം. പിന്നെ ഏതാണ്ട് 1 കിലോയ്ക്ക് അടുത്ത് പൊട്ടാഷ്യം വേണം. അപ്പോൾ ആ ഒരു റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വളങ്ങൾ കൊടുക്കുക ചെയ്യുന്നത്. പെർ ഇയർ ആണോ നീ പറഞ്ഞത്? പെർ ഇയർ. അത് ഏത് ടൈമിൽ കൊടുക്കുന്നതാണ് നല്ലത്? ശരിക്കും ഈ ഒരു മെയ് ലാസ്റ്റ് ജൂൺ ആദ്യം ഇത് നമ്മൾ സ്പ്ലിറ്റഡ് ആയിട്ട് ഇത് കൊടുക്കണം. അതായത് 3 സെറ്റ് 4 സെറ്റായിട്ട് കൊടുക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് എടുത്തു പോയിക്കോളും, കെടുവളമായിട്ട് മണ്ണിൽ കിടക്കില്ല. അപ്പോൾ ചെറിയ എമൗണ്ടിൽ കൊടുക്കുമ്പോൾ ചെടി ഇത് നല്ലപോലെ എടുത്തു പോകും. അപ്പോൾ ആദ്യത്തെ ഒരു ഡോസ് ഞാൻ കൊടുക്കുന്നത് സാധാരണ ഈ ഒരു സമയത്താണ്, ഒരു ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും. ഇപ്പോൾ മഴ താമസിച്ചുകൊണ്ടാണ് ജൂൺ പകുതി ആയത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ജൂൺ ആദ്യം കൊടുക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം തീരുന്ന ഒരു വലിയ മഴ ഒതുങ്ങുന്ന ഒരു സമയം, ഒരു സെപ്റ്റംബറോ ഒക്ടോബർ ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ഡോസ് കൂടെ കൊടുക്കും. പിന്നെ ഡിസംബറിൽ ഒരു ഡോസ് കൊടുക്കും. ഇനി എക്സസ് ബെയറിംഗ് ഉള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫെബ്രുവരിയിൽ ഒരു വളവും കൂടെ ചെടിക്ക് കൊടുക്കും. ആ ഒരു കായന് നിർത്താൻ വേണ്ടി, ചെടിക്ക് ക്ഷീണം തട്ടാതിരിക്കാൻ വേണ്ടി ഫെബ്രുവരിയിൽ ഒരു വളം കൂടെ കൊടുക്കും. ഇപ്പോൾ നമ്മൾ ജൈവവളം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്തിന് മുമ്പും കൊടുക്കും, ഡിസംബറിലും കൊടുക്കും. ഓക്കെ. അത് ചാണകപ്പൊടിയാണോ? അത് ഞാൻ ഇങ്ങനെ മാറി മാറി കൊടുക്കും, ഒരു സാധനം തന്നെ എപ്പോഴും കൊടുക്കില്ല. കമ്പോസ്റ്റ് ചെയ്യുമോ? കമ്പോസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ മിക്ക ചാണകക്കുഴികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിര ഉള്ളതുകൊണ്ട് പൊടിഞ്ഞാണ് ഈ സാധനം കിടക്കുന്നത്. നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ പൊടിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ചാണകം ഇപ്പോൾ നമ്മൾ ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തവണ ആട്ടുംകാഷ്ടമായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ അടുത്ത തവണ നമ്മൾ പെണ്ണാക്കുകളായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധനം തന്നെ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യില്ല. അപ്പോൾ അതിന് നമുക്ക് റിസൾട്ട് കുറയും. സ്പ്രേയിങ് എന്താ ചെയ്യുന്നത്? സ്പ്രേയിങ് ഞാൻ മൈക്രോ ന്യൂട്രിയൻ്റ് സ്പ്രേ കൊടുക്കും. പിന്നെ ഫംഗിസൈഡുകൾ ഇപ്പോൾ ബോഡക്സ് മിക്സ്ചർ സ്പ്രേ കൊടുക്കും. പിന്നെ ചില മരങ്ങളിൽ ഇപ്പോൾ വല്ലാതെ വെള്ളക്കാ പൊട്ടുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റ് മാറുമ്പോൾ ചില ഇനങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ആ ഇനങ്ങൾക്ക് നമ്മൾ വേറെ കുറച്ചും കൂടി സിസ്റ്റമിക് ആയിട്ടുള്ള ഈ ടാറ്റയുടെ മാസ്റ്ററൊക്കെ പോലത്തെ ഫംഗിസൈഡുകൾ സ്പ്രേ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളക്കാ പൊട്ടുന്നതാണ് അതാണോ കൂടുതലായിട്ട് ചെയ്യുന്നത്? വെള്ളക്കാ പൊട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇനത്തിനെ ആ ഒരു വിഷയമുള്ളൂ. അങ്ങനെ പ്രശ്നമില്ല. മറ്റേ ഇനങ്ങൾക്ക് അത്രയും വിഷയമില്ല. അത് മണ്ണിന്റെ പ്രശ്നമല്ലേ? അത് വെള്ളക്കാ പൊട്ടുന്ന മൂലകങ്ങളുടെ കുറവല്ല, മൂലകങ്ങളുടെ കുറവ് കൊണ്ടും വരും. പിന്നെ ചില ഇനങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചില വെറൈറ്റിയുടെ പ്രശ്നം. അതിപ്പോ എല്ലാം തികഞ്ഞൊരു മരം എന്ന് പറയുന്നത് ഇല്ല. എല്ലാത്തിനും നമ്മളിങ്ങനെ അതിനെപ്പറ്റി പഠിച്ചു വരുമ്പോഴത്തേക്കും എല്ലാത്തിനും എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇപ്പൊ ആ ഒരു മരത്തിന്റെ ഈൽഡിങ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പരിഗണിച്ചു പോകും. അതിന്റെ വരാൻ പോകുന്ന സംഗതികൾ എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്തു പോകും. കാവൊഴിച്ചൽ എങ്ങനെയുണ്ട്? കാവൊഴിച്ചിൽ അങ്ങനെ പ്രശ്നമില്ല. ഇല്ല. നമ്മുടെ കൃഷിയിടത്തിൽ പൊതുവെ ഇല്ലാതെ ഇനങ്ങളുടെ പ്രത്യേകതയാണോ? ഇനങ്ങളുടെ പ്രത്യേകതയുണ്ട്. കാര്യം ബാക്കിയുള്ളടത്ത് ഇപ്പോൾ മരുന്നടിക്കാതെ ഇപ്പോൾ ബോഡക്സ് മിക്സ്ചർ സ്പ്രേ ചെയ്യാതെ നിൽക്കുന്ന മിക്ക തോട്ടങ്ങളിലും ആ ഒരു പ്രശ്നം ആൾക്കാർ പറയുന്നുണ്ട്. ഇതാണ് ഇരട്ടക്ക എന്ന് പറയുന്ന കാ. ഇത് ഭാഗ്യം എന്നാണ് പറയുന്നത്. ഇതങ്ങനെ ഭാഗ്യം ഏലത്തിൽ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ ഓവറായിട്ട് പറയാറില്ല. ഇതിനകത്ത് പത്രിക്ക് ഇത് കൂടുമോ? പത്രിക കനം കൂടും. ഇത് എന്നാ ഇനോ? ഇതും നമുക്കുള്ള ഒരു നാടൻ മരമാണ്. നമുക്ക് തന്നെ തിരിഞ്ഞിട്ട് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു 15 അടി 20 അടി താഴെ സ്പേസിൽ നമുക്ക് വെക്കാം. പൊതുവേ ജാതിയിൽ പ്ലാന്റിങ് വരുന്നത് സ്ക്വയർ പ്ലാന്റിങ്ങാണ് വരുന്നത്. അതായത് ഒരു 30 അടി × 30 അടിയാണ് മരങ്ങൾ തമ്മിലും റോ തമ്മിലും 30 അടിയാണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഏരിയകളൊന്നും അത്ര സ്ക്വയർ അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ലാസ്റ്റ് റോ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 15 അടി 20 അടിയേ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല മരമാണ്. നമുക്ക് ചെറിയ സ്പേസുകളുള്ളെങ്കിൽ ഇങ്ങനത്തെ ഇനങ്ങൾ വെക്കാം. ഇപ്പം നമുക്കൊരു മുറ്റത്തൊക്കെ ഒരു ഷോ പർപ്പസിന് വെക്കുക. ഇപ്പം നമ്മൾ ഈ പഴയ സൈപ്രസ് ഒക്കെ വെക്കുന്ന പോലെ അതിന് വരെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ജാതികൾ അതൊക്കെ. അപ്പോൾ ഇതൊരു അങ്ങനെ ഉള്ളോ? അത് നല്ല ഈൽഡ് കിട്ടും? ഈൽഡുണ്ട്. നല്ല കായാണ് ഇതിൻ്റെ. കായ് നമുക്ക് ഏതാണ്ട് ഒരു 17 ഗ്രാം 18 ഗ്രാം ഇതിൻ്റെ കാ വരും. നല്ല ബ്ലാക്ക് കളർ കായാണ്.
കായ്ക്ക് ഈൽഡ് കൂടുതലുണ്ട്. പത്രിയാണെങ്കിലും നമുക്കൊരു 4 ഗ്രാം ഉണങ്ങി വരുമ്പോൾ ഒരു 4 ഗ്രാം 4.5 ഗ്രാം ഒക്കെ ഇതിൻ്റെ പത്രി കിട്ടും. ഇതിൻ്റെ ഒരു പൊട്ടിയ കായ കണ്ടോ. ഇതിൻ്റെ പത്രിക്ക് വേറെ ഷേപ്പാണല്ലോ. പത്രിക്ക് വേറെ ഷേപ്പാണ്. പത്രി കുറച്ചുകൂടെ നമുക്ക് തൂക്കം കൂടുതൽ കിട്ടും. കായും അതേപോലെ തന്നെ വെയിറ്റുള്ള കായ. തോമസ് ഇപ്പോൾ എത്ര കൊല്ലമായി ജാതി കൃഷിയിൽ സജീവമായിട്ട്? ഇപ്പം ഞാനൊരു 6-7 വർഷത്തോളമായി 7 വർഷം ഫുൾ ടൈം ജാതി കൃഷി എന്ന ഫുൾ ടൈം കർഷകനായി. ഓക്കെ തോമസ്, ഈ ജാതി കൃഷി എങ്ങനെയുണ്ട്? പ്രോഫിറ്റബിൾ ആണോ? നമ്മൾ എങ്ങനെ അത് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാം? ജാതി കൃഷിയിൽ പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെറൈറ്റി സെലക്ഷൻ, അത് നമ്മുടെ ഒരു മേജർ ഫാക്ടറാണ്. പിന്നെ പ്ലാന്റിങ് സ്പേസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പക്കായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വളപ്രയോഗം പിന്നെ ദൈവാനുഗ്രഹം, ഈ 2 കാര്യങ്ങളിൽ നല്ല ക്ലൈമറ്റ് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിലും പ്രോഫിറ്റായിട്ടുള്ള കൃഷി വേറെയില്ല. പിന്നെ ആദ്യത്തെ ഒരു 6-7 വർഷം നമുക്ക് വലിയ ഈൽഡിലേക്ക് വരില്ല. അതിനെ ബാക്കപ്പ് ചെയ്യാൻ നമ്മൾ അടുത്ത കൃഷി ചെയ്യണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കൊക്കോയും കൂടെ കൂട്ടിയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാന്റിങ് ചെയ്യാൻ പോകുന്നത് 30 അടിക്കാണ് പ്ലാന്റ് ചെയ്യുന്നത് ജാതി. അപ്പോൾ 4 ജാതിയുടെ നടുക്ക് ഒരു കൊക്കോ വരുന്ന പോലെ ഇനി കൊക്കോയും കൂടെ വെക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-ാം വർഷം നമുക്ക് കൊക്കോയിൽ നിന്ന് ഈൽഡ് കിട്ടും. ഇതിനേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കൊക്കോയിൽ നമുക്ക് കിട്ടും. ജാതി ഒരു ലോങ് ടൈം ആയതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ എല്ലാം എളുപ്പം ജാതി ആയതുകൊണ്ട് മെയിൻ ജാതി തന്നെയായിട്ട് നമ്മൾ നടത്തും. ജാതി ഇനം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇനം ഏതാണ്? നമ്മൾ എങ്ങനെയാണ് അത് നല്ല ഇനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നല്ല ഇനം എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ ജാതികൾ നമുക്ക് കിട്ടൽ ഭയങ്കര പാടാണ്. അപ്പോൾ പത്രിയുടെ ഷേപ്പുള്ള നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പത്രിക്ക് ഷേപ്പ് കിട്ടുന്ന വെറൈറ്റികൾ അതിൻ്റെ കാ ചിലപ്പോൾ മോശമായിരിക്കും, നല്ല ഈൽഡിങ് ഉണ്ടാവും. ഇതെല്ലാം നല്ല ഈൽഡിങ്ങെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കാ മുഴുത്തതായിരിക്കും, പത്രി മോശമായിരിക്കും, അതേപോലെ നല്ല ഈൽഡിങ് ഉണ്ടാവും. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും ഏതാണ്ട് ഒരു ആവറേജ് നിൽക്കും. ഇപ്പോൾ നമ്മുടെ താഴത്തെ നടമരം കണ്ട പോലെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഗ്രാമൊക്കെ വരെ നമുക്ക് കിട്ടും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു മരം, അങ്ങനെ ഈ 3 ടൈപ്പ് മരങ്ങൾ നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും നമുക്ക് വേണം. പിന്നെ നല്ല ആൺജാതികളും എപ്പോഴും ബെയറിങ് തരുന്ന, ഇപ്പോൾ ആൺജാതികളാണെങ്കിലും കണ്ടിന്യൂസ് ഫ്ലവറിങ് ഇല്ലാത്ത ആൺജാതികളുണ്ട്. അതായത് ഒരു സീസൺ നല്ലപോലെ പൂക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൺജാതികളും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബെയറിങ് കിട്ടുന്ന കുറച്ച് ആൺജാതികളും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ത്രൂ ഔട്ട് നമുക്ക് കായ ഉണ്ടാവും, കൺസിസ്റ്റൻ്റ് ഈൽഡ് എല്ലാ വർഷവും കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് പ്രോഫിറ്റബിൾ ആണ്. ഒരുപാട് കൃഷിയിടങ്ങളിൽ അവരുടേതായ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഇനങ്ങളുണ്ട്. അതുപോലെ ചിലരുടെ സ്വന്തമായ ചില ഇനങ്ങളുണ്ട്. എല്ലാവരും അതിന് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ ആ ഇനങ്ങളെ കുറിച്ച്. ഇപ്പം നമ്മൾ വീഡിയോകളിൽ കാണുന്നതാണെങ്കിലും അല്ലാതൊക്കെയാണെങ്കിലും. അപ്പം നഴ്സറിക്കാരാണെങ്കിലും ആ ഇനങ്ങൾ സൂപ്പറായിരിക്കും, അവരുടെ കയ്യിലിരിക്കുന്ന ഇനങ്ങൾ സൂപ്പറായിരിക്കും എന്നാണ് പറയാം. അവർ മോശം അതിനെക്കുറിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്സ് അങ്ങനെ പറയാറില്ല. നമ്മൾ ഇതിനിടയിൽ നിന്ന് നല്ലൊരു ഇനം എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ശരിക്കും ബഡ് ചെയ്ത് ഇപ്പോൾ എൻ്റെ മരങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാടൻ മരങ്ങളാണ് ഈ 2 നമ്മുടെ വെറൈറ്റികൾ. അപ്പോൾ അതിന് എങ്ങനെ പോയാലും അതിൻ്റെ നേച്ചർ അതായതുകൊണ്ട് അത് അതേപോലെ വളരും. ഇതിന് ബഡ് ചെയ്ത് അടുത്ത ജനറേഷൻ നമ്മൾ നോക്കണം. അത് ഈൽഡിലേക്ക് വന്ന ഒരു 6 വർഷം 7 വർഷം കഴിഞ്ഞ് മരങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇലയുടെ കട്ടി നോക്കണം. ഇലയ്ക്ക് കട്ടി ഉണ്ടെങ്കിൽ രോഗം വരുന്നത് നമുക്ക് കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഒബ്സർവേഷൻ എല്ലാം നമ്മൾ നോക്കിയാലാണ് ശരിക്കും നമുക്കിതൊരു നല്ല വെറൈറ്റി ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാ വെറൈറ്റിക്കും എന്തെങ്കിലുമൊക്കെ ന്യൂനത ഉണ്ടാവും. എല്ലാം തികഞ്ഞ ഒരു വെറൈറ്റി ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതാണെങ്കിൽ ആ ഒരു വെറൈറ്റി മാത്രം നമ്മൾ ചെയ്താൽ മതിയല്ലോ. അല്ല തോമസ്, ഇപ്പോൾ ഒരു എന്താ പറയുക, പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾക്ക് അയാൾക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് ഇറങ്ങുന്ന ചില കർഷകർ, അവരെന്ത് ചെയ്യും അങ്ങനെ ഒരു സാഹചര്യത്തിൽ? ഏതിലേക്ക് വരാൻ പറ്റും അവർക്ക്? അപ്പോൾ അവർ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല ഈൽഡുള്ള വെറൈറ്റികൾ ഏതാണെന്ന് നോക്കുക. അങ്ങനത്തെ ഒരു അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈൽഡ് കിട്ടുന്ന ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈൽഡ് കിട്ടുന്ന വെറൈറ്റികളിൽ നിന്നും ഒരു 3 മരം 4 മരം ചൂസ് ചെയ്യുക. നല്ലപോലെ പത്രി കിട്ടുന്ന, അതേപോലെ തന്നെ നല്ലപോലെ കാ കിട്ടുന്ന വെറൈറ്റികൾ, പിന്നെ ത്രൂ ഔട്ട് എക്സസ് ബിയറിങ് കിട്ടുന്ന മരങ്ങൾ, പിന്നെ നല്ലൊരു ആൺജാതി, അങ്ങനത്തെ അതേപോലെ തിരഞ്ഞെടുത്താൽ അവർക്കും വലിയ നഷ്ടമില്ലാതെ ഈ പരിപാടി മുന്നോട്ട് പോകും. ഈ തൈകൾ സെയിലും ചെയ്യുന്നുണ്ടോ? തൈകൾ ഇപ്പം നമ്മൾ സെയിലിന് വേണ്ടിയായിട്ട് ചെയ്ത നഴ്സറി അല്ല, നമ്മുടെ ഒരു ട്രയൽ പർപ്പസിൽ നമ്മൾ വെറൈറ്റികൾ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ചെയ്തു, അതിനുവേണ്ടി നടത്തിയിരിക്കുന്ന തൈകളായത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊന്ന് പരിചയപ്പെടുത്തി തരുമോ എനിക്ക്? ഇത് പരിചയപ്പെടുത്തി തരാം. ഇത് ഇരട്ടയാറ് സൈഡിൽ നത്തുകൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഒരു വെറൈറ്റിയാണ്. ജൂബിൻ എന്ന് പറഞ്ഞൊരു കർഷകൻ തന്ന, അതിൻ്റെ ഒരെണ്ണം എനിക്ക് പിടിച്ചിട്ടേ. ഇത് അധികം പടരില്ലാത്ത മരം തന്നെയാണ്. ഇതിൻ്റെ പത്രിക്ക് ഒരു കൊമ്പ് പോലെ ഒരു ഇതുണ്ട്. പുള്ളി അതിനെ കൊമ്പൻ എന്നാണ് ഈ ജാതിയെ വിളിക്കുന്നത്. കൊമ്പൻ. ഇതൊക്കെ എനിക്ക് കാഞ്ചിയാറ്റിൽ നിന്നൊരു നഴ്സറിയിൽ നിന്ന് കിട്ടിയ വെറൈറ്റിയാണ്. നമ്മുടെ ഷിനോ ചേട്ടൻ്റെ 2ാം നമ്പർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് അതേപോലെ തന്നെ എനിക്ക് ചെല്ലിയാമ്പാറ സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതതെ ഈ ചെടികളൊക്കെ ഈ ചെല്ലിയാമ്പാറ സൈഡിൽ നിന്ന് കിട്ടിയേക്കുന്ന. ഇതെല്ലാം ഫ്ലവറിങ് നമുക്ക് സ്റ്റാർട്ടായി.
ഈ ചെടിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറച്ച് നമുക്ക് ഫ്ലവറിങ് സ്റ്റാർട്ടായി. അതേതേനോ? ഇത് ഈ ചെല്ലിയാമ്പാറയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു ജനാർദ്ദൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. ഒരു 40 വർഷം മുകളിൽ പ്രായമുള്ള ജാതികൾ, നല്ല കായും പത്രയാണ്. അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് എനിക്ക് പൊഴിഞ്ഞു പോയി. അതിൻ്റെ ആ ഫ്ലവർ തന്നെ ഉണ്ടായിരുന്നു, നല്ല കുടം പോലത്തെ ഫ്ലവർ ആയിരുന്നു. തേക്ക് പ്ലാന്റേഷൻ ഉണ്ട് ഇവിടെ, കൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉള്ള ഒരു ചേട്ടൻ്റെ അടുത്തൊരു പാലമറ്റം ജോയിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു ജോയിച്ചേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ വെറൈറ്റിയാണ്. ഇതും ഓവർ പടരില്ല, പക്ഷെ നല്ല പത്രയും അതിനൊത്ത കായുമാണ്, നല്ല എക്സസ് ബെയറിംഗ് ഉണ്ട്. അപ്പോൾ ഈ തൈ കണ്ടാൽ തന്നെ നമുക്കറിയാലോ, നിറച്ച് ഈ പൂവെല്ലാം പിടിച്ചു. ഇവിടെ കായുണ്ട്, ഇവിടെ കായുണ്ട്. ഇതിപ്പോ എത്ര നാളായി? ഇതിപ്പോ ഒരു സെക്കൻഡ് ഇയർ. അഭിപ്രായത്തിൽ ഈ വെറൈറ്റി എല്ലാം നല്ലതാണോ? ഈ വെറൈറ്റികളെല്ലാം നല്ലതാണ്. അപ്പൊ ഇതിന്റെ ഒരു ന്യൂനതകളെ പറ്റി പഠിക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പൊ നമ്മളിത് കളക്ട് ചെയ്തേക്കുന്നത്. അല്ല, അത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതായത് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽഡ് വിസിറ്റ് നടത്തും. നമ്മൾ ഈ കമ്പ് എടുത്തോടത്ത് നമ്മൾ എല്ലാ വർഷവും പോയി നോക്കും. തൃശ്ശൂർ സൈഡിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റി ഇത് കിങ് എന്ന് പറയും. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് ഉണങ്ങി നോക്കിയപ്പോൾ അതിന്റെ പൊട്ടിച്ച പരിപ്പ് തൊണ്ട് കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലെ ആ പരിപ്പ് എടുത്ത സമയത്ത് 17-16 ഗ്രാം ഉണ്ടായിരുന്നു. നമുക്കിപ്പോ ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് എത്ര പണമായിട്ട് നോക്കണേ എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഒരു വർഷം? നമുക്കിപ്പോൾ ഏതാണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കായ്ച്ച് നിൽക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 50 മരം അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ അത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഏക്കറിലേക്ക് വരുന്നൊരു പ്ലാന്റിംഗ് ആണ്. ഒരു കഴിഞ്ഞ വർഷത്തെ ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം ഒരു 12 വർഷമൊക്കെ പ്രായ മരങ്ങളാണ്. എനിക്ക് ഏതാണ്ട് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട്. 3.5-4 ലക്ഷം രൂപയ്ക്ക് ഏക്കറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇതിനകത്ത് ഒരു 3 ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റാണ് വരുന്നത്. 50,000 രൂപ നമുക്ക് എക്സ്പെൻസ് ആവുന്നുള്ളൂ. എല്ലാം കൂടെ വളവും ഇതിന്റെ ബാക്കി മരുന്നടി എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും, ലേബറും എല്ലാം കൂടെ ലേബറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും, കാര്യം ഇതിന്റെ ഒരു ലേബറിനകത്ത് ഇപ്പൊ എനിക്ക് ഓവർ ലേബറിന്റെ ഇത് വരുന്നില്ല. കാര്യം കാ പറിക്കുന്നത് ഞാൻ തന്നെ പറിക്കുന്നത്, അല്ലാതെ ബാക്കി പരിപാടികളിലാണ് ലേബറിന്റെ ഇത് വരുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു 8 ഏക്കർ എന്ന് പറയുമ്പോൾ ഒരു 24 ലക്ഷം രൂപ ഒരു പെർ ഇയർ നമുക്ക് ലാഭമായിട്ടുണ്ട്. അതായത് നമുക്കൊരു 12 വർഷം മുകളിലോട്ട് പ്രായമായി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50 വരെ കായ്ച്ചു വന്നിട്ടില്ല. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ മതി. അപ്പോൾ അതിൻ്റെ കാ പറിക്കാൻ ഞാൻ മതി. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റായിട്ട് പറിച്ചു പോരാൻ പറ്റും. ഇപ്പം മരം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് 3-4 ലേബറിനെ വെച്ച് കാ പറിപ്പിക്കണം. കാ പറിച്ചെടുത്താൽ മാത്രമാണ് ശരിക്കും നമുക്ക് ലാഭം വരുള്ളൂ. അതായത് ലേബർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ലേബറിനെ തന്നെ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ പണിത് നിൽക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിക്കില്ല. നമുക്ക് ഈ പത്രയും കായും എങ്ങനെ ക്വാളിറ്റിയിൽ നമുക്ക് ഉണങ്ങിയെടുക്കാം, എങ്ങനെ അത് നമുക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? പത്രയും കായും ക്വാളിറ്റിയിൽ ഉണങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പത്രയുടെ ഏറ്റവും നല്ല ഉണങ്ങുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഇലക്ട്രിക് ഡ്രയറാണ്. അപ്പോൾ ആ 40 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കഴിയുമ്പോൾ പത്രയ്ക്ക് ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റുകൾ അധികം പോവില്ല. ഈ മോയ്സ്ചർ മാറി ഒരു 10% താഴെ മോയ്സ്ചർ ആവും. എസെൻഷ്യൽ ഓയിൽസ് അവിടെ റീറ്റെയിൻ ചെയ്ത് നിന്നോളും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പത്രയ്ക്ക് ക്വാളിറ്റി കൂടുതലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പറിച്ചെടുക്കുന്നത് കാ പൊട്ടി തുടങ്ങി ഒരു 3-ാം ദിവസം നമ്മൾ കാ പറിക്കണം. അതായത് 3 ദിവസം ഗ്യാപ്പിട്ട് നമ്മൾ എപ്പോഴും കയറി പറിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കായുടെയും പത്രയുടെയും ക്വാളിറ്റി കിട്ടുകയുള്ളൂ. ഇതെന്താണ് കുറച്ച് ഡെപ്പിയൊക്കെ? ഇത് നമ്മളിങ്ങനെ ഓരോ ഇടത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന വെറൈറ്റികളുടെ ഫ്ലവർ ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കാം. ഇത് അവിടുന്ന് കളക്ട് ചെയ്ത് വരുന്ന? ഇത് അവിടുന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന പത്രയുടെ സ്ട്രക്ചറും തൂക്കവും നോക്കും. ഇതിനകത്ത് ഇത് ആലപ്പുഴ ജാതി എന്ന് പറഞ്ഞ് ആസാദേട്ടൻ്റെ അതെ ഇത് പിന്നെ ഇന്തോനേഷ്യൻ്റെ ഫ്ലവറാണ്. പിന്നെ ഇത് K4 എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇത് നല്ല ഉരുണ്ട ഫ്ലവർ ആയതിൻ്റെ ഇതുണ്ടോ, കളർ വ്യത്യാസമാണ്. ഇത് നമ്മൾ ഉണങ്ങി കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ കളർ മാറുന്ന K4 എന്ന് പറഞ്ഞ ഐറ്റാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റികളാണ്. ഇതും അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ വേറൊരു ഫാമറിൻ്റെ അടുത്തുനിന്ന് ഈ പെരിഞ്ഞാകുടി സൈഡിൽ നിന്ന് കിട്ടിയൊരു ഐറ്റമാണ്. ഇതും നല്ലപോലെ ഷേപ്പ് റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഐറ്റംസാണ്. വേണ്ട, ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വില കൂടുതൽ കിട്ടും ഈ ഷേപ്പിൽ. ഇതും അതേപോലെ തന്നെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന വേരി സൈഡിൽ നിന്ന് കിട്ടിയ ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് നോക്കിയല്ലേ? ആമാം. നമുക്ക് ഇത് ഫാബ് എന്ന് പറഞ്ഞ് സുമിത്തേട്ടൻ്റെ ഫാബ് എന്ന് പറഞ്ഞൊരു ഐറ്റത്തിന് ഇതെനിക്കൊരു 4 ഗ്രാം വരെയൊക്കെ പത്ര കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ആവറേജ് 3 ഗ്രാം നമുക്ക് പറയാം ഇതിൻ്റെ. ഇത് പതിക്കാട്ടിലെ സണ്ണിച്ചാറിൻ്റെ ഫ്ലവറായത്. ഇതിനെല്ലാം വ്യത്യാസമുണ്ടല്ലേ? എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതിപ്പോൾ കായലും പത്രയിലും മാത്രമല്ല, നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ ഘടനയിൽ വരെ വ്യത്യാസം ഉണ്ടാവും.
ഇത് മര്യാദപുരം സൈഡിലുള്ള വേറൊരു ഐറ്റം ആയത്. ഇതും കുഴപ്പമില്ല. ഇതൊക്കെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ തൂക്കം മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഈ ഷേപ്പും കൂടെ കൺസിഡർ ചെയ്യണം. കാര്യം മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വാല്യൂ കിട്ടുന്ന ഈ ഷേപ്പുള്ള അധികം സ്പ്രെഡായി പോവാത്ത പത്രികൾക്കാണ് വില കിട്ടുന്നത്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ പത്രിക. ഇത് നമ്മുടെ താഴെ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ നാടൻ മരത്തിന് ഇത് നമുക്കൊരു 3 ഗ്രാം 3.5 ഗ്രാമൊക്കെ നമുക്ക് കിട്ടും. എക്സെപ്ഷണൽ കേസുകളിൽ എനിക്കൊരു 5 ഗ്രാം വരെ കിട്ടുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ വലിയ കണക്കിൽ കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ 1-2 നമുക്ക് 5 ഗ്രാം കിട്ടുന്നതിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അതേപോലെ ഇത് പതിക്കാടിൻ്റെ സണ്ണിച്ചാറിൻ്റെ ജാതി. ഇതൊരു ഓറഞ്ച് ജാതി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടും നല്ല മുഴുത്ത കായാണ് ഇതിൻ്റെ. തൊണ്ടുകെട്ടിയും കൂടുതലാണ്, അതേപോലെ മുഴുത്ത കായമാണ്, അത്യാവശ്യം എണ്ണമുണ്ട്. ഇത് ഈ മേലെ ചിന്നാർ സൈഡിൽ നിന്ന് കിട്ടിയൊരു വെറൈറ്റിയാണ്. അപ്പം അങ്ങനെ കുറച്ച് വെറൈറ്റികൾ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളൊരു നല്ല തകർപ്പൻ കർഷകനെയും കുറച്ച് നല്ല ആശയങ്ങളും ഒക്കെ പരിചയപ്പെട്ടു. നമ്മൾ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരാളുകൂടെ ഉണ്ട്. പഞ്ചാബിൽ നിന്ന് തോമസ് കൊണ്ടുവന്നാണ് അല്ലേ? തോമസ് പഠിച്ചൊക്കെ എവിടെയാണ്? ഞാൻ പഞ്ചാബിലായിരുന്നു. ഓക്കെ, അഗ്രികൾച്ചർ. ഓക്കെ, അത് ഇൻട്രസ്റ്റോടെ അങ്ങ് പോയതാണോ? അതെ, ഞാൻ ഇവിടെ കൃഷി ആയതിന്റെ പേരിൽ പഠിക്കാൻ പോയതാണ് അഗ്രികൾച്ചർ. കൃഷി അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ വെറ്റിനറി ആയിരുന്നു ഞാൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് പിന്നെ റിപ്പീറ്റ് മൈൻഡ് വന്നില്ലാത്തതുകൊണ്ട് അഗ്രികൾച്ചർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ കാര്യമായിട്ട് ചോദിക്കട്ടെ, ഇപ്പം ഇത് ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്നു, കുറച്ചുകൂടി അടുത്ത് പിന്മാറുമോ? എങ്ങനെയാ അതിനെ കുറിച്ചൊരു ഇപ്പോഴത്തെ ഒരു ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമല്ല. ഒരു ലീവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഓക്കെ, എന്നാലും ഇത് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതെ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, നമ്മുടെ നല്ലൊരു ശതമാനം ഞാൻ ആദ്യം ഒരു ചുമ്മാ ചോദിച്ചു, ഇതിൽ നിന്ന് ഇൻകം ഉണ്ടാവുമോ, കൃഷി ലാഭകരമാണോ എന്നൊക്കെ ചോദിച്ചെങ്കിലും നമ്മുടെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ളവർ ഈ ഒരു മേഖലയിലേക്ക്, കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ തരുന്ന ഒരു വലിയ സപ്പോർട്ടുണ്ട്. നമ്മുടെ പ്രോഡക്ട്സ് നമുക്ക് തന്നെ വിറ്റഴിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ഇതുപോലെ സ്പൈസസ്. ഓക്കെ, സ്പൈസസ് ഇപ്പോൾ നമുക്ക് ചെറിയ പാക്കറ്റായിട്ട് സെയിൽ, നമ്മുടെ ബ്രാൻഡായിട്ട് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കുറേ സാധ്യതകൾ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു മാർഗ്ഗമാണ് കൃഷി. അതുകൊണ്ട് തന്നെ തോമസിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം നമ്മുടെ ഈ മുരിക്കാശ്ശേരി മങ്കുവയിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തോമസിനെ വിളിക്കാം അല്ലേ? അതെ, എനി ടൈം ഒരു കുഴപ്പമില്ല. ഓക്കെ, എനി ടൈം തോമസിനെ വിളിക്കാം. അതിനൊപ്പം തന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അടിപൊളി ഒരു സ്ഥലമൊക്കെയാണ്. ഒരു ഡാമുണ്ട്, അതൊക്കെ നമ്മൾ ആദ്യമേ കാണിച്ചു. പിന്നെ എന്താ പറയുക, കുറേ വെറൈറ്റികൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെടാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ വെറൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ തോമസിനെ വിളിച്ച് വേണം കൊടുക്കാം അല്ലേ? നമ്മൾ വന്ന് കണ്ട് കളക്ട് ചെയ്യുന്ന എവിടെ ഉണ്ടെങ്കിലും തോമസ് വരും നിങ്ങളുടെ വെറൈറ്റി ഒക്കെ കളക്ട് ചെയ്യാം. എനിവേ, നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെയും വിളിക്കാം. അതിൻ്റെ നമ്പറൊക്കെ എൻ്റെ നമ്പർ വീഡിയോയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല അറിവുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ.